ടെക് ലോകത്ത് നിന്നുള്ള വാർത്തകൾ. ടാറ്റ മോട്ടോഴ്സ് 2026 ഏപ്രിൽ 1 മുതൽ പാസഞ്ചർ വാഹനങ്ങളുടെ വില വർദ്ധിപ്പിക്കുമെന്ന് പ്രഖ്യാപിച്ചു. അസംസ്കൃത വസ്തുക്കളുടെ വില വർധനവ് കാരണം ശരാശരി 0.5% വിലക്കയറ്റമാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ടാറ്റയ്ക്ക് പുറമെ ഔഡി, മാരുതി സുസുക്കി തുടങ്ങിയ മറ്റ് വാഹന നിർമ്മാതാക്കളും സമാനമായ വില വർധനവ് നേരിടുന്നുണ്ട്. ഇന്ത്യയിലെ ഏറ്റവും വലിയ വാഹന വിൽപ്പനക്കാരിൽ ഒന്നായ ടാറ്റ മോട്ടോഴ്സ് പാസഞ്ചർ വാഹനങ്ങളുടെ വില വർദ്ധിപ്പിക്കുമെന്ന് പ്രഖ്യാപിച്ചു. കമ്പനിയുടെ പാസഞ്ചർ വെഹിക്കിൾസ് യൂണിറ്റ് അനുസരിച്ച് പുതിയ വിലകൾ 2026 ഏപ്രിൽ 1 മുതൽ പ്രാബല്യത്തിൽ വരും. വർദ്ധിച്ചുവരുന്ന ചെലവ് സമ്മർദ്ദങ്ങൾ കണക്കിലെടുത്താണ് ഈ തീരുമാനമെടുത്തതെന്ന് കമ്പനി അറിയിച്ചു. അസംസ്കൃത വസ്തുക്കളുടെയും മറ്റ് ഘടകങ്ങളുടെയും വില നിരന്തരം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് ഉൽപാദന ചെലവ് വർദ്ധിപ്പിക്കുന്നതിലേക്ക് നയിക്കുന്നു. ഇത് നികത്താൻ വിലകൾ ശരാശരി 0.5% വർദ്ധിപ്പിക്കുന്നു. എങ്കിലും മോഡലും വകഭേദവും അനുസരിച്ച് ഈ വർധനവ് വ്യത്യാസപ്പെടാം. വില വർധനവിന് പിന്നിലെ കാരണം വാഹന ഗുണനിലവാരവും ഉൽപാദനവും നിലനിർത്തുക എന്നതാണ്. മുമ്പ് കമ്പനി വാണിജ്യ വാഹനങ്ങളുടെ വില വർധനവ് പ്രഖ്യാപിച്ചിരുന്നു. റിപ്പോർട്ടുകൾ പ്രകാരം ഏപ്രിൽ 1 മുതൽ വാണിജ്യ വാഹന വില ഏകദേശം 1.5% വർദ്ധിക്കും. ടാറ്റ മോട്ടോഴ്സ് മാത്രമല്ല, മുഴുവൻ ഓട്ടോമൊബൈൽ വ്യവസായവും നിലവിൽ വർദ്ധിച്ചുവരുന്ന വിലക്കയറ്റത്തിന്റെ സമ്മർദ്ദം നേരിടുന്നു. ജർമ്മൻ ആഡംബര കാർ നിർമ്മാതാക്കളായ ഓഡിയും ഇന്ത്യയിലെ കാറുകളുടെ വില ഏകദേശം 2% വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചു. അതേസമയം രാജ്യത്തെ ഏറ്റവും വലിയ കാർ നിർമ്മാതാക്കളായ മാരുതി സുസുക്കിയും വിലമാറ്റങ്ങൾ പരിഗണിക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. രാജ്യത്തെ ഡിജിറ്റൽ അറസ്റ്റ് തട്ടിപ്പുകൾ തടയുന്നതിനായി വാട്സാപ്പിനോട് കർശന സുരക്ഷാ നടപടികൾ സ്വീകരിക്കാൻ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം രൂപീകരിച്ച ഇന്റർ ഡിപ്പാർട്ട്മെന്റൽ കമ്മിറ്റി നിർദ്ദേശിച്ചു. ഈ നിർദ്ദേശങ്ങൾ നടപ്പിലാക്കാൻ മെറ്റയുടെ ഉടമസ്ഥതയിലുള്ള വാട്സാപ്പ് സമ്മതിച്ചതായി റിപ്പോർട്ട്. സജീവമായ സിം കാർഡുള്ള ഫോണുകളിൽ മാത്രം വാട്സാപ്പ് പ്രവർത്തിക്കുന്ന രീതിയിലുള്ള സിം ബൈൻഡിംഗ് സംവിധാനം 4 മുതൽ 6 മാസത്തിനുള്ളിൽ നടപ്പിലാക്കും. ഇത് അജ്ഞാത അക്കൗണ്ടുകൾ ഇല്ലാതാക്കാൻ സഹായിക്കും. ഡിജിറ്റൽ അറസ്റ്റ് തട്ടിപ്പുകളിൽ ഉൾപ്പെടുന്ന ഫോണുകളുടെ ഡിവൈസ് ID തിരിച്ചറിഞ്ഞ് അവ ബ്ലോക്ക് ചെയ്യാനുള്ള സംവിധാനം ഏർപ്പെടുത്തണം. കുറ്റവാളികൾ പുതിയ അക്കൗണ്ടുകൾ തുടങ്ങുന്നത് തടയാൻ ഇത് സഹായിക്കും. ഇതിനായി നിർദ്ദേശങ്ങൾ 45 ദിവസത്തിനുള്ളിൽ സമർപ്പിക്കണം. മൈക്രോസോഫ്റ്റിന്റെ സ്കൈപ്പിലുള്ളതുപോലെ വിളിക്കുന്നയാളെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ, സംശയാസ്പദമായ അക്കൗണ്ടുകളെക്കുറിച്ചുള്ള മുന്നറിയിപ്പുകൾ തുടങ്ങിയ ഫീച്ചറുകൾ വാട്സാപ്പിലും കൊണ്ടുവരണം. 30 ദിവസത്തിനുള്ളിൽ ഇതിന്റെ പ്രപ്പോസൽ നൽകണം. ആൻഡ്രോയിഡ് ഫോണുകളിൽ തട്ടിപ്പിനായി ഉപയോഗിക്കുന്ന ഹാനികരമായ APK ഫയലുകൾ തിരിച്ചറിഞ്ഞ് ബ്ലോക്ക് ചെയ്യാനുള്ള സാങ്കേതികവിദ്യ ശക്തിപ്പെടുത്തണം. നീക്കം ചെയ്ത അക്കൗണ്ടുകളുടെ വിവരങ്ങൾ അന്വേഷണ ആവശ്യങ്ങൾക്കായി കുറഞ്ഞത് 180 ദിവസമെങ്കിലും സൂക്ഷിക്കണം. പോലീസ്, CBI തുടങ്ങിയ ഏജൻസികളുടെ ലോഗോകൾ പ്രൊഫൈൽ ചിത്രമായി ഉപയോഗിച്ച് തട്ടിപ്പ് നടത്തുന്നത് തടയാൻ AI ഉപയോഗിക്കും. ഇത്തരം അക്കൗണ്ടുകൾ ഉടൻ നീക്കം ചെയ്യും. നിയമപാലകരെന്ന വ്യാജേന വീഡിയോ കോളിലൂടെ ആളുകളെ ഭയപ്പെടുത്തി അവർ വലിയ കുറ്റകൃത്യങ്ങളിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് വിശ്വസിപ്പിക്കുകയും അറസ്റ്റ് ഒഴിവാക്കാൻ പണം തട്ടുകയും ചെയ്യുന്ന രീതിയാണിത്. 2024 മാത്രം ഇന്ത്യയിൽ ഇത്തരത്തിലുള്ള 1.23 ലക്ഷം കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഏകദേശം 1935 കോടി രൂപയാണ് കഴിഞ്ഞ വർഷം ഇത്തരത്തിൽ നഷ്ടപ്പെട്ടത്. ഈ തട്ടിപ്പുകൾ തടയുന്നതിനായി അന്വേഷണ ഏജൻസികളുമായി കൂടുതൽ സഹകരിക്കുമെന്നും വ്യാജ വീഡിയോ കോളുകൾ തടയാൻ ആധുനിക സംവിധാനങ്ങൾ ഒരുക്കുമെന്നും വാട്സാപ്പ് അധികൃതർ അറിയിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.